എടാ പവി, നമ്മളിപ്പോൾ പോകുന്ന രീതികളൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കണം. കുറച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ വേണം കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ സെറ്റ് ചെയ്യാൻ. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, ലൈഫ് സക്സസ് ആക്കാനേ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ സെറ്റാവുന്നു. അതിൽ പറയുന്ന ഒരു 3 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ്, എടാ ഞാൻ പലപ്പോഴും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ നേരത്തിന് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കരുതെന്ന്. നീ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്ത് മൊബൈലാ? നീ മൊബൈലിലാണ് ശ്രദ്ധിക്കുന്നത്. അല്ല, നീ പറയുന്നതാണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത്. എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്ന് പറ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ലൈഫ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബ് വീഡിയോ നീ കണ്ട് അത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നപ്പോ നീ നിർത്തി. പറ ഒന്നാമത്തെ കാര്യം. ഏടാ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? പറ. അപ്പൊ ആദ്യത്തെ കാര്യം, ഒരു സെക്കൻഡ്. മറ്റേ പല്ലവിയില്ലേ, അവള് മെസ്സേജ് ചെയ്യുന്നു. ഓ, പവിച്ചേട്ടന്റെ കോളേജ് ജൂനിയർ. എന്ത്? അത് പണ്ട് അവൾ എൻ്റെ അടുത്ത് എന്നെ പ്രപ്പോസ് ചെയ്തൊക്കെ ശരി തന്നെ. അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞ് ശരിയാക്കി അങ്ങ് വിട്ട് ഉപദേശിച്ച് കിട്ടിയാ. അത് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇഷ്ടം പറയാൻ വേണ്ടിട്ടാണോ? അവള് തൃശ്ശൂരാണ് അവളെ വീട്. ഓ, ഇവിടുത്തെ അല്ലല്ല, തൃശ്ശൂരാണ്. അപ്പൊ അവൾക്ക് പിന്നെ ഇവിടെ എന്തോ ഒരു പുറത്ത് UK-ലാണ് പോകാൻ വേണ്ടിട്ട് ഒരു എക്സാം ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ വരുന്നതിന് നിൽക്കാൻ സ്ഥലം ചോദിക്കുന്നു അവള്. അതൊന്നും നിന്റെ വീട്ടിൽ നിർത്തിയാ പോരെ? എന്റെ വീട്ടില. ശരിയാവില്ല. എന്നാ പിന്നെ ഹോസ്റ്റലിൽ നിർത്താം. നിന്റെ ഹോസ്റ്റലിൽ നിർത്താം. അല്ലാണ്ട് പിന്നെ ഞാൻ വേറെ വല്ല സ്ഥലത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അവിടെ ശരിയാവൂ? ആ മാഡത്തിന് കുറച്ച് പൈസ കൊടുത്താൽ ഞാൻ തെറ്റാവും. അവർക്ക് പൈസ അല്ലേ വേണ്ട. അതൊക്കെ ഞാൻ സംസാരിക്കാം. അല്ലടാ, ആ കൊച്ചിന് ഇങ്ങോട്ട് വന്ന് നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ടാണെങ്കിലോ? അല്ല, പഴയ പ്രണയത്തിന്റെ ബാക്കി പത്രം കൊണ്ടാണ് ആ കൊച്ചു വരുന്നെങ്കിലോ? അയ്യടാ, അവന്റെ നാണം നോക്ക്. നിനക്ക് തന്നെ. എനിക്ക് നാണം? പിന്നെ കാണാനുണ്ട്. എന്തോന്ന് കാണാനുണ്ട്? ഞാൻ എന്നാ വിളിച്ചു പറയാം അവളെ. എന്ത്? അവളെ വിളിച്ചിട്ട് വരാൻ പറ, ഞാൻ സെറ്റാക്കാം. സെറ്റാക്കോ? മാഡത്തിന്റെ അടുത്ത് സംസാരിക്കോ? അപ്പൊ ഞാൻ സംസാരിക്കാം മാഡത്തിന്റെ അടുത്ത്. ഞാൻ വിളിച്ചു പറയട്ടെ അവളുടെ അടുത്ത്. നീ പറ. പിന്നെ വരാൻ നേരത്ത് കറക്റ്റായിട്ട് ഫണ്ട് കൊടുക്കണം എന്ന് പറ. അതും പവിയേട്ടൻ കൊടുക്കുവോ? നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം? ഒന്നുമില്ല. എന്താണ്? ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. വേണ്ട, ഞാൻ വിളിച്ചു പറയാം. ചുമ്മാ പറഞ്ഞതാ. തലല്ലെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. വേണ്ട. പിന്നെന്ത്? വരാൻ പറ. ഓക്കെ ആണോ? പല്ലവി, ഞാനാടാ. നീ വന്നോ? കുഴപ്പമില്ല കേട്ടോ, ഇവിടെ എല്ലാം സെറ്റാ. ഓ, താങ്ക്സ്. ഒന്നും വേണ്ട. എടാ, അവള് നിന്നോട് എന്ത് ഹെൽപ്പാ ചോദിച്ചേ? അവള് എക്സാമിന് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചവളെ കൊണ്ടുവിടണമെന്ന് റെയിൽവേ സ്റ്റേഷനിൽ. അയ്യ, അത്ര ഉള്ള അത് ചെയ്ത് കൊടുക്കാനാണോ നിനക്ക് ഇത്ര വലിയ മടി? എനിക്ക് പിന്നെ വേറെ ജോലിയില്ലേ? പിന്നെ ആ ഒരു കാര്യം ചെയ്ത് കൊടുത്തപ്പോ എന്താ? പിന്നെ അവള് എപ്പോഴാ വരുന്നേ? ഇന്ന് വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം വരും. ട്രെയിനിലാണ് വരുന്നത്. സാരല്ല, ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞ സെറ്റാക്കാം. പൈസയുടെ കാര്യം പറഞ്ഞാൽ എന്തായാലും പുള്ളിക്കാരി വീഴും. കൊച്ചു UK പോണെന്നല്ലേ പറഞ്ഞേ? എങ്ങാനും അവള് നിന്നെ വീണ്ടും പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ നീ യെസ് പറഞ്ഞേക്ക്. അതാകുമ്പോ ഇഷ്ടകാലം നിനക്ക് UK പോയി അടിച്ചു പൊളിക്കാമല്ലോ. ഞാൻ പോണം, വേറെ ആരെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിട്ടല്ലേ? എനിക്ക് അങ്ങനത്തെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എനിക്കിത് മതി. വേണ്ട വേണ്ട. ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, സമയമാകുമ്പോ എനിക്ക് ഇഷ്ടം തോന്നിയാ തന്നോളാന്ന്. ഇപ്പൊ വേണ്ട, അതിനൊക്കെ സമയമുണ്ട്. പിന്നെ ആ കൊച്ചു ചോദിക്കുകയാണെങ്കിലേ ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. കാരണം ഇപ്പോഴും ആ കൊച്ചിന് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ വെറുതെ ഞാൻ നിന്റെ ലവറാന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഹേർട്ട് ആക്കണ്ട. കൊച്ചിന് എക്സാം ഒക്കെ ഉള്ളതല്ലേ, നന്നായി എഴുതിക്കോട്ടെ. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. നിനക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? എന്തിനൊന്ന്? എടാ, ഞാൻ പറയണൊന്ന് ചെയ്യോ? ശരി, ചെയ്യാം. ഞാൻ വിചാരിച്ചത് അവളുടെ കാര്യം പറയുമ്പോഴേ നീ ഉടക്കുന്നാണ്. എന്തിന്? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. അത് സാധാരണ നീ കണ്ട മറ്റേ ആപ്പിലി ഊപ്പിലി പിള്ളേര്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുറച്ച് ബോൾഡും കുറച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞു ചെയ്യുന്നതാണ്. ബോൾഡത്തിയാണ്. ബോൾഡത്തി പോവാം. ഞാനാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല. എടി, ഇത് എത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യം എന്താ? എടി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടി.
ആ പെങ്കൊച്ച് അവൾ പഠിക്കുന്ന കോളേജില് ഒന്നുമില്ലെങ്കിൽ അവളുടെ കൂടെ പഠിച്ചവര് കാണും ഇല്ലേ, അല്ലെങ്കിൽ അവളുടെ ബാച്ചിലുള്ളവര് കാണും ഇല്ലേ. അതൊന്നും അല്ലാഞ്ഞിട്ട് അവളുടെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ചൊരുത്തൻ, അതും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരാള്. നീ എന്തിനാ എല്ലാം ഒരേ കണ്ണിൽ കാണുന്നത്? ഞാൻ ഒരു കണ്ണിലല്ല കാണാം, അതെ സൂക്ഷിച്ചു നോക്ക്, 2 കണ്ണുകൊണ്ട് തന്നെ കാണണം കേട്ടാ. നീ എന്താ ഈ അമ്മാമാരെ പോലെ സംസാരിക്കുന്നേ? എന്റെ ടീനെ, മനുഷ്യന്മാരെന്നും മനുഷ്യന്മാര് തന്നെ ആയിരിക്കും. ഇത് കാലിന് എത്ര മാറിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഏത് മനുഷ്യന്മാര് മാറാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞതാ. എന്തു കാര്യമാണ്? ചാരു, ഓ, നീ എടുത്ത ആ തീരുമാനം ഉണ്ടല്ലോ, ഏത് തീരുമാനം? മനസ്സിലായി. അത് ശരിയാണോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് കൂട്ടിയും കുണിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു. എന്റെ പൊന്നു മോളെ, നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ഇരുന്ന് ചിന്തിക്കുന്നത്? ഇത്രയും നേരം ഇവളോട് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിത് വേണ്ടാത്തായിട്ട് തോന്നും ചാരു. ഇനി ഒരു ഉദാഹരണം ആലോചിച്ച് നോക്ക്, ഇവിടെ നോക്ക്. ഒരു പെൺകുട്ടി, ഇനി വേണ്ട ഞാൻ എനിക്കൊരാളോട് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ, എന്നിട്ട് അയാൾ അത് റിജക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ ഇഷ്ടം എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. എന്നിട്ട് ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവള് ആ ആളെ തന്നെ വിളിച്ചു, അതായത് ഞാൻ ആ ആളെ തന്നെ വിളിച്ച് വീണ്ടും ഹെൽപ്പ് ചോദിക്കണത് എന്തിനായിരിക്കും? അതെ, ആ കൊച്ചിപ്പ അവന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ഡൗട്ട് നോക്കിട്ടെ, നിനക്ക് ദുൽഖർ സൽമാൻ ഇഷ്ടമാണോ? നിനക്ക് ഇഷ്ടമാണോ? ഈ ദുൽഖർ സൽമാനോട് ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണത്? അല്ലല്ല, ശരിയാണല്ലോ. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതെന്ത് കാരണം? മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായ നിനക്ക് തലയില്ലാത്തോളം നിനക്ക് മനസ്സിലാവില്ല. ആയിക്കോട്ടെ. പിന്നെ അവനിപ്പോ ആ കൊച്ചിനെ കൊണ്ട് വരും, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഞാൻ എന്താ അലമ്പ് കാണിക്കാൻ? അതെ, ഞാൻ നല്ല അടക്കവും ഒതുക്കവും കുലീനതയും കുടുംബത്തെ പറഞ്ഞ കേട്ടാണ് കേട്ടാ. എനിക്ക് ആരും പറഞ്ഞു തരണ്ട ആരോട് എന്തെങ്ങനെ പെരുമാറണം. അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യം വന്നോണ്ടാണ് കറക്റ്റ് ആൾക്ക് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്കെന്താ, നീ അറിയാത്ത ഉള്ള ചോറിയുമ്പോ പഠിച്ചോളൂ. ഇങ്ങോട്ട് പാടായി. ഓ, എന്നാങ്ങോട്ട് ശരിയാണോ? ഇന്നും കഴിഞ്ഞില്ലേ? അല്ല മാഡം, പാസ്വേഡ് എന്താ കൊടുക്കണ്ടേ? ഓ, മടത്തിൽ പറമ്പിൽ കൊടുത്തോ. എന്തിനു വേണം അത്രയും വലുത്? ചെറിയ പാസ്വേഡ് പറ. അതല്ല, പത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടേ, ആരും കണ്ടുപിടിക്കാതിനെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം കൊടുക്കണം. മടത്തിൽ പറമ്പിലെടുക്കും. അത് ഓക്കെ. മഠത്തിൽ ഞാൻ പറഞ്ഞ വീട് കേട്ടാ. അല്ല അതാരാ? മാഡം അത് പവിയില്ലേ? അല്ല അതിന്റെ ബാക്കിലുള്ള പെണ്ണേതാ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് കയറണ്ട, അവിടെ നിന്നോളണം. ഒരു കുഴപ്പമില്ല മോളെ, ഇങ്ങനെയല്ലേ. മാഡം, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി ഇവിടെ താമസിക്കാൻ വന്നു പറഞ്ഞിരുന്നു. ഓ, ചാരു പറഞ്ഞ കുട്ടിയായിരുന്നോ ഇത്? അതെ, പല്ലവി. ഹായ് പല്ലവി. മോളെന്തോ എക്സാമിന് വന്നല്ലേ? അതെ. അല്ല, നിന്നോട് ചോദിച്ചില്ല. പിന്നെ നീ എന്തിനാ ഇവന്റെ കൂടെ വന്നേ? അത് മാഡം ഞാനാ പറഞ്ഞു ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ പുരുഷന്മാരെ അലൗഡ് അല്ല. അയ്യോ, ഞാൻ കുക്കാണ്, കുക്ക്. ജയൻ ഇവിടുത്തെ കുക്ക, മനസ്സിലായല്ലോ. നിന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടാവും, കൂട്ടത്തിൽ അല്ലാതെയുള്ള കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, മനസ്സിലായോ? നീ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് ഗേറ്റിന് പുറത്ത്. അല്ല, എന്തോ ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നു. എന്തോ കരിച്ചു വെച്ചുകൊണ്ട് എന്റെ ഫോൺ കൊണ്ടാ. ചെല്ലു, റൂം കാണിച്ചു കൊടുക്കട്ടോ. പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. യാത്രയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? നീ ഇവിടെ നിൽക്കുവാണോ? നിക്കണോ? അല്ല, അവള് ഫ്രഷ് ആയിട്ട് രാത്രി എങ്ങാനും നിങ്ങൾ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? ഇല്ല, പുറത്തൊന്നും പോകുന്നില്ല. അല്ലേ ചേട്ടാ, നമുക്ക് പുറത്തു പോയി ഡിന്നർ കഴിച്ചാലോ? അല്ല, എന്താന്ന് വെച്ചാലേ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്, അപ്പൊ അതുകൊണ്ട് പോയി പറ്റും. അങ്ങനെ പറയല്ലേ ഭാവി, അതിനെ കൊണ്ട് ഡിന്നർ റൂം കാണിച്ചത്. ഇത് ദിവ്യ, ഇത് പല്ലവി. ഞാൻ പല്ലവി ചേച്ചി. ശരി, ബാ. ഇതാരാ? ആർക്കറിയാം, അവളുമാരെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ആളെങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നിനക്ക് ആരെ ഇഷ്ടപ്പെടുന്നേ? പവി എന്താ ഇവിടെ? ആ പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാ. ചേച്ചി വാ.
ചേച്ചി എന്ത് ചെയ്യോ? ഞാൻ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിരിക്കുകയാണ്. ആ അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചേച്ചിയും ഭവിച്ചേട്ടനും തമ്മിൽ എന്തെങ്കിലും? ഞാനും ഭാവിയോ? ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. ആ. അല്ല ചേച്ചി, ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭവിച്ചേട്ടൻ്റെ കാര്യം ആലോചിച്ചത്. ഓക്കെ. പല്ലവി പവിയുടെ ജൂനിയർ ആയിരുന്നല്ലേ? ആ പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ അങ്ങനെ എല്ലാം പറയുമായിരുന്നു ചേച്ചി? എല്ലാം ഒന്നും പറയാൻ മാത്രമുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല. അത് ഇങ്ങനെ ജൂനിയർ ആയിരുന്നു എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മയും പിന്നെ ഞാനും. ഓ, അച്ഛൻ എന്ത് ചെയ്യുക? അച്ഛൻ ദുബായിൽ ബിസിനസ് ആച്ചി. പിന്നെ 10 വരെ ഞാൻ അവിടെയാ പഠിച്ചത്. പൈസ കാണല്ലേ? താങ്ക്സ് കേട്ടോ ചേച്ചി. എന്തിന്? അല്ല, ഇവിടെ വന്ന് ഞാൻ എവിടെ നിൽക്കുമെന്ന് ആലോചിച്ച് ടെൻഷനിലായിരുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് അർജന്റായിട്ട് പോണ്ടിച്ചേരി വരെ പോണ്ടി വന്നു. അപ്പോഴാണ് പവിച്ചേട്ട ഹെൽപ്പ് ചെയ്തത്. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായില്ലേ പവി ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് നിൽക്കാൻ പറ്റിയല്ലോ, എനിക്ക് പരിചയപ്പെടാനും പറ്റിയല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കേച്ചി. പല്ലവിയും പവിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇല്ല ചേച്ചി. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, പല്ലവിക്ക് വേണ്ടി പവി എൻ്റെ അടുത്ത് കുറെ റിക്വസ്റ്റ് ചെയ്തേ. അപ്പൊ ഞാൻ കരുതി ഇനി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും നമ്മൾ ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുമല്ലോ. ഇല്ല ചേച്ചി, സത്യത്തിൽ ചേട്ടൻ പൊളിയല്ലേ. ഞാൻ കോളേജിൽ കുറെ പുറകെ നടന്നതാ. ചേട്ടൻ കുറെ ഉപദേശിച്ചങ്ങ് വിട്ടു. എന്തിന്? ഞാൻ കുഞ്ഞിതല്ലേ, ചെറിയ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ പല്ലവിക്ക് ഇപ്പോഴും അവനോട് ഇഷ്ടം ഉണ്ടാവും അല്ലേ? ഇഷ്ടമൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല ചേച്ചി. ചേച്ചി എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ നിങ്ങളുടെ ഒരു നല്ല ചേർച്ചയാണല്ലോ എന്ന് ആലോചിച്ചതാ. കോളേജിൽ പഠിക്കുമ്പോ ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നു. കൊള്ളാം. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേച്ചിക്ക് റിലേഷൻ ഒന്നുമില്ലേ? എനിക്കോ? ഇല്ല. നാളെ എക്സാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? രാവിലെ പോണ്ടേ? നേരത്തെ എഴുന്നേക്കേണ്ടി വരില്ലേ? അല്ല ചേച്ചി, പവിച്ചേട്ടൻ വിളിച്ചുണർത്താന്ന് പറഞ്ഞ രാവിലെ. പവിയാ? അതോർത്ത് മോളെന്തായാലും ഇരിക്കണ്ട. ഫോണിൽ അലാറം ഇല്ലേ, അത് കറക്റ്റായിട്ട് വെച്ചിട്ട് കിടന്നോണ്ട് കറക്റ്റ് സമയത്ത് എഴുന്നേറ്റോട്ടാ. അതെന്താ ചേച്ചി, ചേട്ടൻ വിളിക്കത്തില്ലയോ? അവൻ എഴുന്നേക്കാൻ തന്നെ ഒരു സമയമാവും. എന്തായാലും സമയം കളയണ്ട, വേഗം പോയി കിടന്നു. എന്നാ കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഇനി ഇരിക്കുമ്പോ വിളിച്ചുണർത്താം. ശരി ശരി. ശരി ചേച്ചി. ചേച്ചി 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 പോവാണേ. അയ്യോ, പോവാണോ? എങ്ങനെ പോവാ? പവിച്ചേട്ടൻ താഴെ വന്നിപ്പോണ്ട് ചേച്ചി. എന്നെ രാവിലെ വിളിച്ചുണർത്തിയെന്ന് ചേട്ടനാ. ശരിക്കും? താഴത്തേക്കല്ലേ, ഞാൻ വരാം. ശരി ചേച്ചി. സ്റ്റെഫി ചേച്ചി, ടീന ചേച്ചി, ഞാൻ പോവാണേ. ഓക്കെ ചേച്ചി. ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ എന്തെങ്കിലും കാര്യത്തിൽ നീ നടത്ത വരാറുണ്ടോ? കാലി മാറ്റി. അല്ല, നിങ്ങളെവിടെ പോണത്? ഈ കുട്ടിക്ക് ഇന്നലെ എക്സാം, അപ്പൊ ഒന്ന് ഗേറ്റ് വരെ ആക്കാന്ന്. അല്ല, ഈ സമയത്ത് ഓട്ടോ കിട്ടുവോ? പവിയേട്ടൻ വന്നിട്ടുണ്ട് അമ്മാവാ. പവിയേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാ? ഇത്ര നേരത്തെ എണീറ്റ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലേ? അവിടെ ഇപ്പൊ മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ അകത്തേക്ക് കയറരുതെന്ന്. ഓ, എന്നാ ഞാനും വരെ ഒന്ന് കാണണമല്ലോ. വാ മകളെ, പരീക്ഷ നന്നായിട്ട് എഴുതണം കേട്ടാ. ശരി. ചിരിക്കണെന്ത്? പവിയേട്ടന് നേരത്തെ കാലത്ത് എണീക്കാനും വരാനൊക്കെ അറിയാല്ലേ? ഒരു അത്യാവശ്യ കാര്യമല്ലേ ഇറങ്ങിയത്. നല്ലതാ, നടക്കട്ടെ. ചെല്ല്. എന്ത്
ഒന്നുമില്ല. വേണമെങ്കിലേ ആ കുട്ടീന്ന് എക്സാം കഴിഞ്ഞ് ഇവിടെ നിക്കട്ടെ. നാളെ എന്നിട്ട് നീ ഒന്ന് ഫ്രീ ആയിട്ട് അതിനൊന്ന് കറങ്ങാൻ കൊണ്ടാണ്ട് മറ്റന്നാ പോയാ മതി. അല്ല അതൊന്നും പറ്റൂല ചേച്ചി, ഇന്ന് തന്നെ പോണം. ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു ഇത് നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കാമല്ലോ. നോക്കൂടെ പോവാം ചേട്ടാ. അപ്പൊ പോയിട്ടോ. അതൊന്നുമില്ല. അത് പോയിട്ടോ ബൈ. ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു മനസ്സംതൃപ്തിയാണ്. അല്ല ഇത്ര നേരത്തേക്ക് എണീറ്റ് വന്നാൽ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരും. ആർക്കാണെങ്കിലും ഞാൻ വരും. അതെ അതെ, പല പല ആവശ്യ സാഹചര്യങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. ആര് പെരുമാറിക്കൊണ്ടിരുന്നത്? അല്ല, ഞാനിങ്ങനെ ഒരു അതിശോക്തി പറഞ്ഞതാ. ഞാനിവിടെ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോടൊക്കെ പറഞ്ഞ. ശരി, പോയിട്ട് ഞാൻ വരാം. വേണമെന്നില്ല. ഓ ചേച്ചി പോണേട്ടാ. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാവേ. മോനെ ഓക്കെ. അവന്റെ ഒരു കൃത്യനിഷ്ഠത കണ്ടില്ല മാവൻ. ഓഹോ, ഇത് അസൂയാണോ? അസൂയല്ല, ഞാൻ പലതവണ ഇതേപോലെ വിളിച്ചിട്ട് അവൻ പങ്ക്ച്വാലിറ്റി പോയിട്ട് അവന്റെ പീന്റെ ഇതുപോലും കണ്ടിട്ടില്ലേ. വാ ഇങ്ങോട്ടേക്ക്, എന്ത് നോക്കിക്കോ. കുറെ നേരമായി വന്നിട്ട്. നിന്റെ പല്ലവി പോയോ? അയ്യോ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ട്രെയിൻ അകത്ത് കയറ്റി ട്രെയിൻ പോയതിനു ശേഷം വന്നു. എന്നാ പിന്നെ ട്രെയിൻ അവളെ വീട്ടിലെത്തി അവള് വീട്ടിൽ സേഫ് ആയിട്ട് കയറി നിറഞ്ഞിട്ട് വന്നാ പോരായിരുന്നു. എന്തൊക്കെയാ ഒന്ന് കണ്ണടച്ചപ്പോ അവൻ ഓവറാക്കുവാണ്. വൃത്തിയോട് പറയല്ലേ. വൃത്തിയോട് നിനക്ക് കാണിക്കണോണ്ട് കുഴപ്പമില്ല. ഞാൻ എന്തോന്ന് വൃത്തിയോട് കാണിച്ചെന്ന്? നീ എന്ത് കാണിച്ചെന്നാ? ഇന്നലെ തൊട്ട് ഞാൻ കാണാം നിന്റെ ചേഞ്ച്. എന്തോന്ന് ചേഞ്ച്? ഇത്ര ഉലുപ്പീരാടാ നീ. വൃത്തിയോട് പറയില്ല കേട്ടാ. ഞാൻ പറഞ്ഞ എന്റെ കൊച്ചിനെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് തന്നെ. നീ അല്ലേ എന്റെ തല ഏൽപ്പിച്ചു തന്നത്. എന്നിട്ട് വർത്താനം പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എന്തോന്ന് കാണിച്ചേ? ചുമ്മാ ഓർന്ന് ഓവറാക്കണം അവനിരുന്നിട്ട്. ചാരു, എന്ത് ചാരു? നിർത്ത്. എന്ത് നിർത്താൻ? എടി, അവൾ എന്നെ ഒരു ചേട്ടനെ പോലെയാണ് കാണുന്നത്. മനസ്സിലായ? അതെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അവൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൾക്ക് നിന്നെ ഇഷ്ടമാന്ന്. ഇഷ്ടമാണെന്നോ? എന്റെ മോന് തിരിച്ച് ഇഷ്ടമാന്ന് പറയണോ? ആർക്ക് പറയണം? നീ ചുമ്മാ നിന്റെ ഈ ഓവറാക്കലും ഇളക്കൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കണ്ട്. അവള് വന്നേന് നീ ചുമ്മാ ഇരിക്കണേ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോവാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തൊക്കെ മടിയാണ്. എനിക്ക് ഉറങ്ങണം, അയ്യോ എന്റെ സമയം. അവളൊന്ന് വന്നതും ചെക്കൻ പോയി വിളിക്കുന്നു, രാവിലെ വരുന്നു, അവളെ കൊണ്ട് എക്സാമിന് കൊണ്ടുവന്നു. എന്തൊക്കെയാ കാണുന്നത് ഞാൻ. പിന്നെ എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കോ? എടി, എനിക്ക് അങ്ങനൊന്നും ഇല്ല. എങ്ങനെയില്ലാന്ന്? ഞാൻ ഒരു സാധാരണ ഒരു ഫ്രണ്ടിന്റെ അടുത്തൊക്കെ ചെയ്യണ പോലെ ചെയ്യുന്നുള്ളൂ. അല്ല, എനിക്ക് വേറെ എന്തൊന്നും ഒരു സ്പെഷ്യൽ ഇതൊന്നും ഇല്ല കൊച്ചിന്റെ അടുത്ത്. ആണോ? എന്നാ നീ രണ്ടുപേരും രണ്ടായിട്ടാ കാണുന്നത്. ഞാനാണ് നിന്റെ ഗേൾഫ്രണ്ട്, അത് നിന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ നീ ചെയ്തോണ്ടിരിക്കുന്നത്. ആരെന്ത് ചെയ്തോണ്ടിരിക്കുന്നു? ഞാൻ കണ്ടടാ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്. പേടിച്ചാ പവിമാൻ? പേടിച്ചു പോയോ? അവളോട് നീ കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണിച്ചു കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നെന്നുള്ള സത്യമാ. പിന്നെ അവള് നിന്നോട് ഇഷ്ടമാന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് പൊസസീവ്നെസ് അടിച്ചു. പൊസസീവാ? ചാരുവില്ല. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കണ്ട വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി നിന്റെ അടുത്ത് ആരെങ്കിലും ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നിന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞേക്കണം. ഉറപ്പായിട്ട് പറയണേ. ഉറപ്പല്ലേ? നീ ഒന്ന് എന്റെ അടുത്തൊന്ന് ഇരിക്ക്. കാര്യം പറഞ്ഞു. നീ വാ. ആൾക്കാരെന്തെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഓക്കെ അല്ലേ? കുറെ നാളുകൊണ്ട് ചോദിക്കുമല്ലോ എന്റെ അടുത്ത്. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഓരോ ഫ്രണ്ട്സിനെ കൊണ്ടുവരാം. കൊല്ലും ഞാൻ. ഉമ്മ കിട്ടുമല്ലോ. അതല്ലാണ്ട് ഞാൻ തന്നോളാം. ആടാ.